കുറച്ച് നാൾ കർത്താവിന്റെ കരുണ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യാൻ ഇടയായതുകൊണ്ട് ഇതാ കപ്പലിന്റെ റഡറിനെ കുറിച്ച് അതിന്റെ ചുക്കാൻ, അതിന്റെ പങ്കായം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നന്നായി കാണുവാനും മനസ്സിലാക്കാനും ഇടയായിട്ടുണ്ട്. അത് കപ്പലിന്റെ ഹോൾ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. പക്ഷേ അത് ഏറ്റവും പുറയിലുമാണ് ഇരിക്കണേ. പക്ഷേ അത് തിരിക്കുന്നതിനനുസരിച്ച് ഈ വമ്പൻ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാനായിട്ട് ഇടയാകും. പ്രിയ കുഞ്ഞുങ്ങൾ, ഈ ടങ് ടെക്നോളജി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങോട്ടൊക്കെ പോകണമോ അതനുസരിച്ച് മാത്രം നിങ്ങളുടെ ടങ്കിനെ, ആ നാവിനെ ഉപയോഗിക്കുന്നുവെങ്കിൽ, നാവ് എവിടെയാണോ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ജീവിതം അങ്ങോട്ടേക്ക് കടന്നു പോകും. പക്ഷേ നിങ്ങൾക്കൊരു തിന്മ നിറഞ്ഞൊരു കുടുംബമായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു തരിക, ഒരു തിന്മ നിറഞ്ഞൊരു കുടുംബമായിരിക്കാം നിങ്ങളുടേത്. നിങ്ങളുടെ ഭാര്യ നിങ്ങൾ പറയുന്നത് അനുസരിക്കത്തില്ല, നിങ്ങളുടെ മക്കൾ തോന്നിയ വഴിക്ക് പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചിന്ത വരികയാണ്, ഇതാ എന്താണ് ഈ സംഭവിക്കുന്നത്, എന്താണ് ഈ സംഭവിക്കുന്നത്, എൻ്റെ കുടുംബം ഇങ്ങനെ പോകുന്നത് എന്താണ്? നിങ്ങളുടെ ചിന്തകളാണത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര ചിന്ത നിങ്ങളുടെ തലയിൽ വന്നാലും മിണ്ടിപ്പോകരുത്. പകരം നിങ്ങൾ പറയണം, നിങ്ങൾക്ക് എന്താ വേണ്ടത്? കണ്ടതല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് തോന്നിയതല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് വിശുദ്ധ ബൈബിൾ നോക്കി സെലക്ട് ചെയ്യണം എന്താ വേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ 128 സങ്കീർത്തനം കാണുന്നത്. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിനകത്തെ ഫലസമൃദ്ധമായ മുന്തിരിവള്ളിയോ, നിന്റെ മക്കൾ നിന്റെ മേശക്കേറ്റ് ഒലിവ് തൈകള്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നുമെന്ന് നീ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് തോന്നിയത് പറയരുത്, നീ വചനത്തിൽ നിന്ന് കണ്ടത് പറയണോ. എന്റെ ഭാര്യ എന്റെ ഭവനത്തിനകത്ത് ഫലസമൃദ്ധമായ മുന്തിരിവള്ളിയോ, എന്റെ മക്കൾ എന്റെ മേശക്കേറ്റ് ഒലിവ് തൈകൾ എന്നോ നീ പറയുമ്പോ നീ എന്താണോ പറഞ്ഞത് അങ്ങോട്ടേക്ക് നിന്റെ ലൈഫ് ടേൺ ചെയ്യും. അതാണ് നമ്മുടെ മാനുഫാക്ചറിങ് സെറ്റപ്പ്. തിരിച്ചറിയുക, അതനുസരിച്ച് ടങ് ടെക്നോളജി പഠിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക.